കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിക്ക് അടുത്താണ് തൃക്കുറ്റിശ്ശേരി യു പി സ്കൂൾ. പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠങ്ങളിലൂടെ പ്രശസ്തി നേടിയിരിക്കുന്നു ഈ സ്കൂളും ഇവിടുത്തെ വിദ്യാർത്ഥികളും. ഇതിനകം പല പല പുരസ്കാരങ്ങൾ തൃക്കുറ്റിശ്ശേരി യു പി സ്കൂളിന് ലഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പര്യാവരൺ മിത്ര പുരസ്കാരം, ഹരിതസേനയുടെ സംസ്ഥാനതല പുരസ്കാരം എന്നിവ എടുത്തു പറയേണ്ടവയാണ്. ഹരിത വിദ്യാലയം എന്ന റിയാലിറ്റി ഷോയിൽ തൃക്കുറ്റിശ്ശേരി യു പി സ്കൂളിന് പ്രോത്സാഹന സമ്മാനം ലഭിച്ചു. പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് കാണും മുമ്പ് ഒരു പാട്ട് കേൾക്കാം. സ്വന്തമായി ഒരു കാവുണ്ട് തൃക്കുറ്റിശ്ശേരി യു പി സ്കൂളിന്. സ്കൂളിൽ നിന്ന് അല്പം അകലെയാണ് കാവ്. കുട്ടികളുടെ പ്രകൃതി സ്നേഹം കണ്ട് നാട്ടുകാരനായ ഒരാൾ സമ്മാനിച്ചതാണ് ഈ കാവ്. കാവ് ഉൾപ്പെട്ട 1/2 ഏക്കർ ഭൂമിയിൽ കൂടുതൽ മരങ്ങൾ നട്ടുവളർത്താനുള്ള ശ്രമത്തിലാണ് വിദ്യാർത്ഥികൾ. ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ അതിനെ വളങ്ങൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട്. കുട്ടികളുടെ താല്പര്യം മൂലം ഓരോ വർഷവും ഇങ്ങനെ കുട്ടികൾക്ക് ഇതിനു വേണ്ടി തൈകളും ഇവിടുന്ന് ലഭിക്കാറുണ്ട്. കാവ് കൂടാതെ പുറമേയും കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശമിടുന്നുണ്ട്. സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ ഓരോ തെങ്ങിൻ തൈ എത്തിക്കാനുള്ള പ്രവർത്തനം തൃക്കുറ്റിശ്ശേരി യു പിയിൽ തുടരുന്നു. സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് തടമെടുത്ത് വിത്തുതേങ്ങ പാകിയത്. തെങ്ങുകയറ്റ യന്ത്രം ഉപയോഗിക്കാൻ സ്കൂളിലെ ഏറെ പേർക്കും അറിയാം. നാളികേര വികസന ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയങ്ങളിൽ നടത്തുന്ന പദ്ധതിയാണ് എൻ്റെ തെങ്ങ് പദ്ധതി. ഓരോ തൈ വീതം ഓരോ വീട്ടുവളപ്പിൽ നട്ടു വളർത്താനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായി 1000ഓളം തെങ്ങും തൈകൾ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അധ്യാപകരും കുട്ടികളും നല്ലൊരു കൂട്ടായ്മ തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരം വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തെങ്ങുകയറ്റ പരിശീലനവും ഞങ്ങൾ നൽകുന്നുണ്ട്. രുദ്രാക്ഷം, ഭദ്രാക്ഷം, രക്തചന്ദനം, കരിങ്കുറിഞ്ഞി അങ്ങനെ അപൂർവവും ഔഷധ ഗുണമുള്ളതുമായ ഒട്ടേറെ സസ്യങ്ങൾ തൃക്കുറ്റിശ്ശേരി യു പി സ്കൂളിലുണ്ട്. ഒപ്പം പൂക്കൾ നിറഞ്ഞതും കാണാൻ കൗതുകമുള്ളതുമായ ചെടികളും. ഞങ്ങളുടെ സ്കൂൾ മുറ്റത്ത് സാധാരണയായി നാട്ടിലെങ്ങും കാണാത്ത അനവധി ഔഷധ സസ്യങ്ങൾ വളർത്തുന്നുണ്ട്. ഈ തോട്ടത്തിൽ രുദ്രാക്ഷം, ഭദ്രാക്ഷം, തിപ്പലി, അശോകം, നാഗദന്തി തുടങ്ങിയ ഒട്ടനവധി ഔഷധ സസ്യങ്ങൾ ഞങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും വേണ്ടി ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട്. പച്ചപ്പ് കാക്കുന്നതിനോടൊപ്പം പ്രകൃതി മലിനമാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തൃക്കുറ്റിശ്ശേരി യു പി സ്കൂളിലെ കുട്ടികൾക്കറിയാം. മുതിർന്നവരെ ആ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് ഈ കുട്ടികളാണ്. കടലാസ് കഷ്ണങ്ങളും മറ്റും ഇവിടുത്തെ മണ്ണിര കമ്പോസ്റ്റിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വളം ഇവിടെയുള്ള ചെടികൾക്ക് വളമായി ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ ഇവിടെ പ്രത്യേക ഒരു കുഴിയായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണ് ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം ഇടുന്നത്. സംഘകൃഷിയുടെ പാഠങ്ങളും തൃക്കുറ്റിശ്ശേരി യു പി സ്കൂളിലെ കുട്ടികൾക്കറിയാം. കൃഷിഭവന്റെ സഹായത്തോടെ കഴിഞ്ഞ തവണ 2 ഏക്കറിൽ വിളയിറക്കിയിരുന്നു. തൃക്കുറ്റിശ്ശേരി യു പിയിലെ വിദ്യാർത്ഥികളെ പ്രകൃതി സ്നേഹികളാക്കിയത് ഇവിടുത്തെ അധ്യാപകരാണ്. അവധി ദിവസങ്ങളിൽ പോലും ചെടികളെ പരിപാലിക്കാൻ കുട്ടികൾ സ്കൂളിലെത്തുന്നു. അതിന് രക്ഷിതാക്കളുടെ പ്രകൃതി സ്നേഹത്തോട് നന്ദി പറയണം. ക്യാമറാമാൻ ബിജു മുരളീധരനോടൊപ്പം പ്രവീൺ പട്ടാമ്പി, അമൃത ന്യൂസ്, കോഴിക്കോട്.